ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. 86 സങ്കീർത്തനം. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. ദിവസം മുഴുവൻ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി സന്തോഷിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, ദൈവം വചനത്തിലൂടെ നമ്മെ നേരിട്ട് പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനം രചിച്ച ദാവീദ് രാജാവ് ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. അനേകം നന്മകളുള്ള ദാവീദ് എന്തോ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ, സ്വസ്ഥതയില്ല, സമാധാനമില്ല. അതുകൊണ്ട് കർത്താവിനെ രാപ്പകലെന്നോണം അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുകയാണ്. കർത്താവെ, എന്നോട് കരുണ തോന്നണമേ. കർത്താവെ, അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. പ്രിയമക്കളെ, നമുക്കറിയാം, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ എഴുന്നള്ളി വരുമ്പോൾ പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും ക്ഷമിക്കുന്ന സ്നേഹവും അടിസ്ഥാന നന്മകളായി അവർക്ക് നൽകും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും സുസ്ഥിരമായി നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ദാസരായിരിക്കണം. പരിശുദ്ധ അമ്മ ദൈവ തിരുവിഷ്ടത്തിൻ്റെ മുമ്പിൽ, ദൈവവചനത്തിൻ്റെ മുമ്പിൽ താൻ ദൈവപുത്രൻ്റെ അമ്മയാകാൻ പോകുന്നു എന്ന് ഗബ്രിയേൽ മാലാഖയുടെ സന്ദേശത്തിന് മുമ്പിൽ അത് ദൈവത്തിൻ്റെ സന്ദേശമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ മേൽ എഴുന്നള്ളി വന്ന് ദൈവപുത്രൻ അവളുടെ ഉദരത്തിൽ അവതരിച്ചത്. അതിനാൽ ദാവീദിൻ്റെ ഈ പ്രാർത്ഥന നമുക്ക് പ്രബോധനം നൽകുന്നതാണ്. കർത്താവേ, അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി സന്തോഷിപ്പിക്കണമേ. നമ്മൾ അവിടുത്തെ ദാസരായിരുന്നാൽ മാത്രമേ നമ്മിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും സ്ഥിരമായി നിൽക്കുകയുള്ളൂ. നമുക്ക് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.